ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പ്രതിഷേധമോ? ഹേയ്, പാടില്ല. അത് ക്രിസ്തീയമല്ല. സ്വീകരണമാണ് വേണ്ടത്. ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. 3 പെൺകുട്ടികളെയും ഈ കന്യാസ്ത്രീമാരെ കൊണ്ടുപോയി 3 പെൺകുട്ടികളും പ്രായപൂർത്തിയായവരാണ്. മാതാപിതാക്കളുടെ സമ്മതത്തോടെ ജോലിക്ക് പോയവരാണ്. പെൺകുട്ടികളുടെ കുടുംബവും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും മനുഷ്യക്കടത്തും മതപരിവർത്തനവും ഒക്കെ ആരോപിച്ച് ഈ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സീറോ മലബാർ സഭ തുടക്കത്തില് വേണ്ടത്ര രീതിയിൽ പ്രതിഷേധിച്ചില്ല. ഏതാനും പത്രസമ്മേളനങ്ങളിലും പരാതികളിലും ഒതുങ്ങി. നമ്മുടെ എംപിമാരും MLA-മാരും ഒക്കെ പ്രതികരിച്ചതിന്റെ 10% പോലും പ്രതിഷേധം സഭയുടെ ഭാഗത്തുനിന്ന് ആദ്യമുണ്ടായില്ല. പിന്നീട് കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്തിനാ പ്രതിഷേധിക്കുന്നേ? അടുത്ത പെരുന്നാളിന് വിളിച്ച് ആദരിച്ചാൽ പോരെ? ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞതാണ്. വാസ്തവത്തിൽ ഇത് ശരിയാണ്. എന്തിനാ പ്രതിഷേധിക്കുന്നത്? ന്യൂഡൽഹിയിൽ അടുത്ത പെരുന്നാളിന് ഇവരെ വിളിച്ചായിട്ട്, പ്രധാനമന്ത്രിയെയും മറ്റൊക്കെ വിളിച്ചായിട്ട് ആദരിച്ചാൽ പോരെ? ഓർത്തഡോക്സ് സഭയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. ഈ കഴിഞ്ഞ ദിവസം പോലും ഞങ്ങൾ അതിന് മാതൃക നൽകിയതാ. ശക്തമായ ലോകത്തിന് മുഴുവൻ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞൊരു മാതൃകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പാലായിൽ ചെയ്തത്. കുറ്റക്കാരനെന്ന് സഭാകോടതി വിധിച്ച ആളുകളെ മുഖ്യ അതിഥികളായി ക്ഷണിച്ച് നിർബന്ധിച്ച് പ്രസംഗിപ്പിച്ചു. പാലായിൽ പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് കുറ്റക്കാരനെന്ന് സഭാകോടതി നിശ്ചയിച്ച, ഉത്തരവ് പുറപ്പെടുവിച്ച ആളുകളെ, മുഖ്യ അതിഥികളെ, നെറ്റിപ്പട്ടവും ആനയും ഉണ്ടായിരുന്നില്ലെന്നേ ഉള്ളൂ, ചുവന്ന പരവതാനി വിരിച്ച് കുറ്റക്കാരെ, ഈ അമ്മ എന്ന് പറഞ്ഞ ഒരു സിനിമാ സംഘടനയുണ്ട്, അതിന്റെ ഇലക്ഷൻ നടക്കുകയാണ്. അതിൽ കുറ്റാരോപിതര് മാറി നിൽക്കണം എന്ന് ഒരു അഭിപ്രായം സമൂഹത്തിലുണ്ട്, സമുദായത്തിലുണ്ട്. സഭയിലല്ല, സമുദായത്തിലുണ്ട്. എന്താ കാര്യം? നിയമമൊന്നല്ല, ഒരു മര്യാദ. കുറ്റം ആരോപിക്കപ്പെട്ടവര് പോലീസ് കേസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവര് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മര്യാദ. ഈ മര്യാദ പോലും സീറോ മലബാർ സഭയിലും മെത്രാന്മാരുടെ ഇടയിലില്ല. മര്യാദ പോലുമില്ല, ധാർമ്മിക ബോധമില്ല, മര്യാദ പോലുമില്ല. കുറ്റക്കാരെന്ന് സഭാകോടതി വിധിച്ച, സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധിച്ച ആളുകളെ പരവതാനി വിരിച്ച്, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത്? അടുത്ത പെരുന്നാളിന് വിളിച്ച് ആദരിക്കും. പ്രതിഷേധം നല്ല. എന്തുകൊണ്ടാണിത്? ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണല്ലോ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണല്ലോ കർത്താവ് ഈശോ മിശിഹ പറഞ്ഞിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകളെ ആക്രമിച്ച ആ ബജ്രംഗ് ശത്രുക്കളല്ലേ? അവരെ ചേർത്ത് പിടിക്കണ്ടേ? ശത്രുക്കളെ സ്നേഹിക്കണ്ടേ? പ്രതിഷേധിച്ചാൽ ശരിയാകുമോ? അത് ക്രൈസ്തവമാകുമോ? എന്റെ ഓർത്തഡോക്സ് സഭയ്ക്കത് മനസ്സിലാകാത്തേ? ഓർത്തഡോക്സ് സഭയ്ക്കത് മനസ്സിലാകില്ല. പക്ഷെ ഞങ്ങളുടേത് വേറെ സഭയാ, സീറോ മലബാർ സഭ. കേട്ടിട്ടുണ്ടോ അങ്ങനെ സഭയെക്കുറിച്ച്? സീറോ മലബാർ സഭ ചേർത്ത് പിടിക്കലാണ് സീറോ മലബാർ സഭയുടെ പൊതുവായ നയം. അതായത് ശത്രുക്കളെ ചേർത്ത് പിടിക്കുക, സ്വന്തക്കാരെ അറസ്റ്റ് ചെയ്യിക്കുക, ശത്രുക്കളെ ചേർത്ത് പിടിക്കുക. അങ്ങനെ കർത്താവിനേക്കാൾ വലിയ സ്നേഹത്തിന്റെ ഉടമകളാകുക. കർത്താവിനെ പോലും നാണം കെടുത്തണം. ഞങ്ങളുടെ യാത്ര സ്നേഹിക്കാൻ കർത്താവിന് പോലും കഴിഞ്ഞില്ലല്ലോ എന്ന് വീമ്പിളക്കണം. കർത്താവ് കുറുക്കൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു തെറിവാക്കാണത്. ഹെറോദസിനോട് പോയ കുറുക്കനോട് പറയാ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു സഭ്യമല്ലാത്ത ഭാഷയെ കർത്താവ് ഈശോ മിശിഹ ഉപയോഗിച്ചാണേ. ഞങ്ങൾ മെത്രാന്മാരങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ. അയ്യോ നിങ്ങൾക്ക് ശാപം എന്ന് എത്ര പ്രാവശ്യമാണ് കർത്താവ് ഈശോ മിശിഹ സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അയ്യോ നിങ്ങൾക്ക് ശാപം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം വായിച്ചു നോക്കിയേ. അയ്യോ നിങ്ങൾക്ക് ശാപം, വോട്ട് യു, ഹാ കഷ്ടം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സഭ്യമല്ലാത്ത വാക്കുകളാണ് കർത്താവ് ഈശോ മിശിഹ ഉപയോഗിച്ചത്. ഞങ്ങൾ സീറോ മലബാർ സഭയിലെ മെത്രാന്മാർ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അണലി സന്തതികളെ
എന്ന് സ്നാപയോഹനം വിളിച്ചിട്ടുണ്ട്. അണലി സന്തതികളെ, അത് സഭ്യമായ ഭാഷയാണോ? അണലൊരു പാമ്പല്ലേ? മനുഷ്യരെ പാമ്പിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ? മനുഷ്യരെ പാമ്പിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ? അത് സഭ്യമായ ഭാഷയാണോ? പക്ഷെ അത് ഞങ്ങളുടെ ബൈബിളിലുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ബൈബിള് അത്ര സഭ്യമല്ലെന്ന് മുസ്ലിങ്ങൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായ ഭാഷയാണത്. പരിഷ്കാരികളുടെ ഭാഷയല്ല ബൈബിളില്. സഭ്യത മാത്രം വേണമെന്ന് വാദിക്കുന്ന ഞങ്ങൾ മെത്രാന്മാര് പരിഷ്കാരികളാണ്. ഇതൊന്നും ഞങ്ങൾ മെത്രാന്മാർക്ക് മനസ്സിലാകില്ല. ഞങ്ങൾ വചനങ്ങൾ വായിക്കാറേയില്ല. പൗലോസ് ലീഹ പരിച്ഛേദനവാദികളായ യഹൂദവാദികളെ പട്ടികളെന്ന് വിളിച്ചിട്ടുണ്ട്. ഫിലിപ്പി ലേഖനം 3:3 വായിച്ചു നോക്കിയേ. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, പട്ടികളെ സൂക്ഷിക്കുവിൻ. പട്ടികൾ എന്ന് യഹൂദന്മാരെ വിളിച്ചിരുന്നത് പുറജാതിക്കാരിയാണ്. താഴ്ന്ന ജാതിക്കാരനൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന അവരെയാണ് പട്ടികൾ, നായ്ക്കൾ, നായിന്റെ മക്കൾ എന്നൊക്കെ വിളിച്ചിരുന്നത്. പൗലോസ് ലീഗ, യഹൂദനായ പൗലോസ് ലീഗ യഹൂദരെ പട്ടികൾ എന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം എന്താ? അവര് വിച്ഛേദനവാദികൾ എന്ന് വിളിച്ചിട്ടുണ്ട്. പരിച്ഛേദനവാദികളല്ല, വിച്ഛേദനവാദികള്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വിച്ഛേദനവാദി എന്ന് വെച്ചാല് ഈ ജനനേന്ദ്രിയത്തിന്റെ അറ്റം കണ്ടിച്ച് കളയുക, അത് മുറിച്ച് കളയുക, അത് മാത്രമാണ് അവരുടെ താല്പര്യം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നത് പറയുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ നാണം മറയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയൊക്കെ നമ്മൾ മറയ്ക്കും. അതൊരു ഇല്ലേ, നാണം മറയ്ക്കാന്നാ പറയുക. അതിലാണ് അവർക്ക് അഭിമാനം. ആർക്ക്? ഈ യഹൂദവാദികൾക്ക്. അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, എന്താണ്? വിച്ഛേദിക്കുക. അതായത് ലിംഗത്തിന് അറ്റം മുറിച്ച് കളയണം, ലിംഗത്തിന് അറ്റം മുറിച്ച് കളയണം. ഈ ഒറ്റ ചിന്തയുള്ളൂ. അതുകൊണ്ട് പൗലോസിൽ പറയാണ്, ലജ്ജാകരമായതിനാണ് അവർ അഭിമാനം കൊള്ളുന്നത്. നായ്ക്കളാണ് അവര്, വിച്ഛേദനവാദികള്. എത്ര സഭ്യമല്ലാത്ത ഭാഷ പറയണ പൗലോസ്. ഫിലിപ്പി ലേഖനത്തിലെ പറയണേ, 16 പ്രാവശ്യം ആനന്ദിക്കൂ, സന്തോഷിക്കുന്ന എഴുതിയ അതേ ലേഖനത്തിൽ പൗലോസിൽ തെറി പറഞ്ഞിരിക്കുക. നായ്ക്കള്, നായിന്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞു. ഈ ഭോഷന്മാരായ ഗലാത്യരെയും വിഡ്ഢികളായ ഗലാത്യക്കാരെ എന്ന് പൗലോസ് പറയുന്നുണ്ട് ഗലാത്യ ലേഖനം 3:1. മണ്ടന്മാരെ, ഭോഷന്മാരെ, ഇതൊക്കെ ഞങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ ഞങ്ങൾ മെത്രാന്മാർ ആ ഭാഗമൊന്നും വായിക്കില്ല. സഭ്യമല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ വായിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധമൊന്നും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അത് സഭ്യമല്ലാത്ത കാര്യമാണ്. പ്രതിഷേധം ചേർത്ത് പിടിക്കലാണ് ഞങ്ങളുടെ ഒരു നയം, ഞങ്ങളുടെ ലൈനാണ്. അപ്പൊ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞങ്ങൾ ചെയ്യുന്നത് പൊതുവായി സീറോ മലബാർ സഭയിൽ മൊത്തത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈനാണ്. അതായത് ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും, ബലാത്സംഗം ചെയ്താലും, ഞങ്ങളുടെ കുർബാനയെ അവഹേളിച്ചാലും, ആഭിചാര കുർബാന ചെയ്താലും, കുർബാനയിൽ തുപ്പിയാലും, കുർബാന സ്വീകരിക്കാൻ വരുന്നവരെ ബ്ലേഡ് ഉപയോഗിച്ചും കത്തി ഉപയോഗിച്ചും വരഞ്ഞ് ആക്രമിച്ചാലും, പള്ളി അതിക്രമിച്ച് കയറി MC-യിൽ വെച്ച് മുദ്ര ചെയ്താലും, ഇതൊക്കെ തെളിഞ്ഞാലും, വൈദികരെ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ആക്രമിച്ച് ചവിട്ടിക്കൂട്ടിയാലും ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും. ഞങ്ങൾ പ്രതിഷേധിക്കില്ല. അടുത്ത പെരുന്നാളിന് അവർ വിളിച്ചാദരിക്കുകയും ചെയ്യും. ഓർത്തഡോക്സ് സഭ അത് കണ്ട് പനിക്കേണ്ടതില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.